ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ചെമ്പകമുട്ടെന്നാണ്. ഇത് നമ്മൾ ചെമ്പകമുട്ടിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ചെമ്പകമുട്ടെന്ന് പേര് വന്നത്. ഇത് നമ്മൾ 4 മണിക്ക് ചായക്കും അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം ഈവനിങ് സ്നാക്സ് ആയിട്ട് എല്ലാം കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം കൂടെയാണ്. ഇനി നമ്മൾ ചെമ്പകമുട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1 കിലോ ഉണ്ടാകും. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്, നല്ലൊരു ബേസനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പകുതി തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ച് ചേർത്താലും കുഴപ്പമില്ല, ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ചെറിയുള്ളി, നമ്മുടെ നന്നായി വൃത്തിയാക്കിയ ഒരു 8 ചെറിയുള്ളിയും 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒരു കോഴിമുട്ട, മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എള്ളാണ്, 2 ടേബിൾ സ്പൂൺ എള്ള്, ആവശ്യത്തിന് പഞ്ചസാര, ഇത് നമുക്ക് ലായനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചെമ്പകമുട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായത്. ഇനി ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് എടുക്കുന്നുണ്ട്. നന്നായി അരിച്ചു വെച്ച മൈദയിലേക്ക് ആ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ചു വെച്ച ചെറിയ ജീരകവും ചെറിയുള്ളിയും കൂടെയുള്ള മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഇത് മുഴുവൻ എടുക്കുന്നുണ്ട് നമ്മൾ. അതുപോലെ അടിച്ചു വെച്ച മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ എള്ളാണ് എടുക്കുന്നത്. എള്ള് നന്നായി കഴുകി അരിച്ചെടുത്ത എള്ളാണിത്. തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമ്മൾ ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല, പകുതിയാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് ഒഴിക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം നമ്മളൊരു ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന മാവിൻ്റെ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. കൈകൊണ്ട് കുഴയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് കൈ ഉപയോഗിച്ച് കുഴയ്ക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ തേങ്ങാപ്പാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മയം വരുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ബാക്കിയുണ്ടായിരുന്ന തേങ്ങാപ്പാൽ മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം നല്ലൊരു മയത്തിലായിട്ടുണ്ട്. അത് വലിയൊരു ബോൾ പോലെ ആക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്നാണ് ചെറിയ ഓരോ ബൗൾസ് ഉണ്ടാക്കുന്നത്. കുറച്ച് മാവെടുത്ത് ബോളാക്കി എടുക്കുന്നുണ്ട്. ഇത് നന്നായി പരത്തിയെടുക്കണം. ഇപ്പം ഞങ്ങൾ ടേബിളിൽ വെച്ചാണ് ഇത് പരത്തുന്നത്. അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ കോല് വെച്ച് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മുടെ മാവ് റെഡി ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്ര സോഫ്റ്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ 4 ഭാഗവും കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 മൂലയ്ക്കും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ സ്ട്രെയിറ്റ് ആയിട്ട് 3 ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് 6 ഇതളുകളായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് താഴ്ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ അതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കുക, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മടക്കി 2 ഭാഗത്തും കൈ ഉപയോഗിച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമുക്ക് ചെമ്പകമുട്ടിൻ്റെ ഒരു ആകൃതിയിൽ കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണിത്. ഇപ്പം നമ്മൾ ചെമ്പകമുട്ടിൻ്റെ ഷേപ്പിൽ എല്ലാം ഉണ്ടാക്കി പ്ലേറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടാകണം. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചെമ്പകമുട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഏകദേശം നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ചെമ്പകമുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ പഞ്ചസാര ലായനി ഉണ്ടാക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം നമുക്കൊരു കുറുകിയ പരുവമാവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പഞ്ചസാര ലായനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചെമ്പകമുട്ടിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ഹോൾസ് ഉള്ള ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ പഞ്ചസാര ലായനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെമ്പകമുട്ടിലേക്ക് പഞ്ചസാര ലായനി ഇപ്പോൾ യോജിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്പകമുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.